ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. നടി കൃഷ്ണപ്രഭ അടുത്തിടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നടത്തിയ പരിഹാസ പരാമർശം വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. വിഷയത്തിൽ നടിയും അവതാരകയുമായ ജുവൽ മേരി നടത്തിയ പ്രതികരണമാണ് ശ്രദ്ധേയമാകുന്നത്. ക്യാൻസറിനോടും വിവാഹമോചനത്തോടും ഒരേ സമയം പൊരുതി കടുത്ത മാനസിക തകർച്ചയിൽ നിന്ന് ജീവിതം തിരിച്ചുപിടിച്ച വ്യക്തിയാണ് ജുവൽ മേരി. സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാനസികാരോഗ്യത്തെ നിസ്സാരവൽക്കരിക്കുന്നതിനെതിരെ ശക്തമായ ഭാഷയിലാണ് ജുവൽ മേരി പ്രതികരിച്ചത്. മാനസിക പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ച് ചിരിക്കുന്നത് ആരോഗ്യപരമായ മാനസികാവസ്ഥയായി തനിക്ക് തോന്നുന്നില്ലെന്നും ഇത്തരം അറിവില്ലായ്മ കൊണ്ടുള്ള ചർച്ചകൾ വേദനിപ്പിക്കുന്നുവെന്നും ജുവൽ മേരി പറഞ്ഞു. പലപ്പോഴും സിനിമകളിലും സാഹിത്യത്തിലും വട്ട് ഒരു തമാശയാണ്. ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല പൊതുബോധത്തിൽ ഈ ക്രൂരമായ തമാശ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ട്. ഓ അവന് വട്ട, അവൾക്ക് മുഴു പ്രാന്ത, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നേ ഉള്ളൂ. എല്ലാവരും ഏതൊക്കെയോ വെട്ടിപ്പിടിക്കാൻ ഉള്ള ഓട്ടത്തിൽ ചില മനുഷ്യരുടെയെങ്കിലും മനസ്സ് തളർന്നു പോകുന്നു. ശരീരത്തെ ഒരു അദൃശ്യമായ മുറിയിൽ പൂട്ടിയിട്ട പോലെ തളർത്തിക്കളയുന്ന ഡിപ്രഷൻ, ഭയം, ഓട്ടപ്പാച്ചിൽ, ചിന്തകൾ, ഒരു വേള ശ്വാസം പോലും തടസ്സപ്പെട്ട പോലെ ഉത്കണ്ഠ, ചരട് പൊട്ടിയ പോലെ സന്തോഷമടക്കാനാവാത്ത ഊർജം, ബെല്ലും ബ്രേക്ക് ഇല്ലാത്ത പോലെ തീരുമാനങ്ങൾ, മാനിയ, സംശയം, ഒരു ലോജിക്കും ചിന്തിക്കാൻ പറ്റാതെ എന്തിനേയും സംശയം, പരനോയിയ, ഇനിയും എത്ര തരം അവസ്ഥകൾ, എത്ര തരം രോഗങ്ങൾ. നാണക്കേട് മറന്ന് അവനവനെ തന്നെ ഒന്ന് രക്ഷിക്കാൻ ആളുകൾ മുന്നോട്ട് വന്നു തുടങ്ങിയിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല. അവരെ വീണ്ടും നിങ്ങളുടെ ഇൻസെൻസിറ്റീവായ പൊട്ടിച്ചിരികൾ കൊണ്ട് പിന്നോട്ട് വലിക്കരുത്. സഹാനുഭൂതിയോടെ ചേർത്ത് പിടിക്കുക. ഈ കഴിഞ്ഞ ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. ഈ ഒരു കാലയളവിൽ തന്നെ മറ്റു മനുഷ്യരുടെ മാനസികാരോഗ്യത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പലരും സംസാരിക്കുന്നത് കേട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ പട്ടിണിയില്ല എന്ന് കരുതി മറ്റൊരാളിന്റെ വീട്ടിൽ പട്ടിണി അനുഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തമാശയല്ല. നമുക്കറിയാത്ത ജീവിതങ്ങൾ ഒരു തമാശയല്ല. മാനസികാരോഗ്യം തമാശയല്ല. അതിനെ നിസ്സാരവൽക്കരിച്ചു ചിരിക്കുന്നത് വളരെ ആരോഗ്യപരമായ മാനസികാവസ്ഥയായി എനിക്ക് തോന്നുന്നുമില്ല. മനുഷ്യരുടെ ഇടയിൽ ഇപ്പോഴും ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നു. പല മനുഷ്യരും അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതിഭീകരമായ മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. പണിയില്ലാതെ ചുമ്മാ ഇരിക്കുന്നവർക്കാണ് ഡിപ്രഷൻ വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആളുകൾ ഇതൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിപ്പോൾ കേട്ടു തുടങ്ങിയത്. വളരെ കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇതിനെപ്പറ്റിയുള്ള സിഗ്മയിൽ നിന്ന് സമൂഹം പുറത്തു വന്ന് മാനസികാരോഗ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മനസ്സിലാക്കി അതിനെതിരെ യുദ്ധം ചെയ്യാനും കെയറെടുക്കാനും സംസാരിക്കാനും തുടങ്ങിയിട്ട്. ദയവ് ചെയ്ത് അത്തരം ആളുകളെ നിരുത്സാഹപ്പെടുത്തരുത്. അവരെ ഒറ്റപ്പെടുത്തരുത്. നമ്മളിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പ്രിവിലേജ് ഉള്ള ആളുകളാണെങ്കിൽ ആ പ്രിവിലേജിനെ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കൂ. മറ്റു മനുഷ്യരുടെ ജീവിതാവസ്ഥകളെയും വേദനകളെയും ക്യാൻസൽ ചെയ്യാതെ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുക, അവരെ പിന്തുണയ്ക്കുക. എല്ലാ മനുഷ്യർക്കും സഹാനുഭൂതി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ജുവൽ മേരി പറയുന്നു.